നമസ്കാരം, നമസ്തേ. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, ഡയറക്ടർ AIMRC. മാർച്ച് 22 എല്ലാ കൊല്ലവും ലോക ജലദിനമായി ആദരിക്കുന്നു. സേവ് വാട്ടർ, സേവ് ലൈഫ്, സേവ് ഹ്യൂമാനിറ്റി. ഇതാണ് ഈ ദിവസത്തിൻ്റെ, ഈ ജലദിനത്തിൻ്റെ പ്രാധാന്യം. ഈ H2O എന്ന് പറയുന്ന ഓക്സിജനും ഹൈഡ്രജനും അടങ്ങിയ, 2 ഹൈഡ്രജനും 1 ഓക്സിജനും അടങ്ങിയ ജലത്തെ എന്തുകൊണ്ടാണ് ലോകം ഇത്ര പ്രാധാന്യത്തോടെ കണക്കാക്കുന്നത്? കാരണം ജലമില്ലെങ്കിൽ ജീവനില്ല, ഈ ഭൂമിയില്ല. ജലത്തിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 7.4 to 7.6 ആണ്. ഇത് തന്നെയാണ് മനുഷ്യൻ്റെയും, ഇത് തന്നെയാണ് മണ്ണിൻ്റെയും. അപ്പോൾ ഈ pH 7 to 8 ജലത്തിൻ്റെ pH 7.4 to 7.6 ആ ജലത്തിന് മാത്രമാണ് എല്ലാവിധ ഔഷധ ഗുണങ്ങളും മെഡിക്കൽ വാല്യൂം ഉള്ളത്. ജലത്തിൽ 15ഓളം ധാതുക്കളും അനവധി ജീവകങ്ങളും പോഷണങ്ങളും അടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ നഗരങ്ങളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും കിട്ടുന്ന ജലത്തിന് ഈ ധാതുവിൻ്റെ ഗുണമോ ഈ പറയുന്ന പോഷണ മൂല്യമോ ഇല്ല. കാരണം 20 അടി താഴെ വരുന്ന പാറ ഇടുക്കുകൂടെ വരുന്ന ഭൂഗർഭ അന്തർധാരയിലൂടെ വരുന്ന ജലത്തിൽ മാത്രമാണ് എല്ലാ മൂലകങ്ങളും. അത് ചൂടാക്കാതെ കിണർ വെള്ളം കുടിക്കുമ്പോൾ മാത്രമാണ് പണ്ടുള്ളവർ അസുഖബാധിതരല്ലായിരുന്നു. അതുപോലെ അതിരാവിലെ കിണർ വെള്ളം കുടിക്കുന്നവർക്ക് അസുഖങ്ങളില്ലായിരുന്നു. അതുപോലെ വെള്ളം എന്ന് ചൂടാക്കി കുടിക്കാൻ തുടങ്ങിയോ, വെള്ളം എന്ന് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കുടിക്കാൻ തുടങ്ങിയോ, വെള്ളം എന്ന് റിഫൈൻഡ് ചെയ്യാൻ തുടങ്ങിയോ, ഇപ്പോൾ കടൽ വെള്ളത്തിൽ നിന്ന് ശുദ്ധജലമുണ്ടാക്കാനുള്ള ഗവേഷണം ചെന്നൈയിൽ അഥവാ തമിഴ്നാട്ടിൽ ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ജലം ജീവനാണ്. ശുദ്ധമായ ജലത്തിൽ, കിണർ വെള്ളത്തിൽ, ആഴത്തിലുള്ള പാറ ഇടുക്കുകൂടെ വരുന്ന വെള്ളത്തിൽ എല്ലാവിധ പോഷകങ്ങളും ഉള്ളതിനാൽ നിങ്ങൾ 0.33 ശരീരഭാരം കണക്കാക്കി 100 കിലോ ഭാരമുള്ളൊരു വ്യക്തി 3.5 ലിറ്ററെങ്കിലും വൃക്ക രോഗികൾ ഒഴികെ ശുദ്ധജലം കുടിക്കണം. വെള്ളം ഇന്ന് ഈ ഭൂമിയിൽ 3 അതിപ്രധാനപ്പെട്ട മരുന്നുകളും ഒരു സൂപ്പർ നാച്ചുറൽ മരുന്നുമാണ് ഭൂമിയിലുള്ളത്. ഈ 3 മരുന്നിൽ 1 ജലം, 2 വായു, 3 സൂര്യപ്രകാശം, 4 ഈ സൂപ്പർ നാച്ചുറൽ പവർ എന്ന് പറയുന്നത് ആത്മധൈര്യമാണ്. ഏത് രോഗമെടുത്താലും നിങ്ങൾക്ക് ആത്മവിശ്വാസവും ആത്മധൈര്യവും ഗഡ്സ് എന്ന് പറയുന്ന തൻ്റെ ഇടമില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടർമാരുടെയോ ഹോസ്പിറ്റലുകളുടെയോ കെണിയിൽപ്പെടുകയായി. സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്നാണ് ഞങ്ങൾ ആധുനിക പഴയ അപൂർവ രോഗങ്ങളെയും പറയുന്നത്. നിങ്ങളുടെ മനസ്സ് ശക്തമെങ്കിൽ നിങ്ങൾക്ക് രോഗമില്ല. നിങ്ങൾ മനസ്സിൽ പേടി വന്നാൽ നിങ്ങൾ രോഗിയായി. നിങ്ങൾ ആശുപത്രികളുടെയും ഡോക്ടർമാരുടെയും വൈദ്യന്മാരുടെയും ചൂഷണത്തിൽ തുടങ്ങുകയായി. അപ്പോൾ മനക്കരുത്താണ് നിങ്ങളുടെ യഥാർത്ഥ ഇമ്മ്യൂൺ സിസ്റ്റം. ഇതിനെ